ഹായ് ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ 33 സെർച്ച് ഇൻ സോർട്ടഡ് റൊട്ടേറ്റഡ് അറേ. അതായത് നമുക്കൊരു റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ തന്നിട്ടുണ്ട്. ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിൻ്റെ ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് 0 ഉണ്ട്. 0 ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 2 0 1 2 3 4 4. അപ്പോൾ ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കൂടെ പറയുന്നത് ഓഫ് ലോഗ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ചെയ്യണം. പിന്നെ റൊട്ടേറ്റഡ് സോർട്ടഡ് ആണ്. അതായത് ഈ അറേ സോർട്ടഡ് ആണ്, പക്ഷെ ലെഫ്റ്റ് റൊട്ടേറ്റഡ് ആണ്. അതായത് ഇത് അറേ ആദ്യം എങ്ങനെയാണ് ഇരുന്നത്? റൊട്ടേറ്റഡ് ആണെന്ന് നമുക്ക് സോർട്ടഡ് ആയിരുന്നു അറേ എന്ന് പറഞ്ഞാൽ 0 ഇവിടെ ഉണ്ട്, 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് അറിയാം. ഈ അറേനെ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 7 ഇപ്പുറത്ത് വന്നു, 6 ഇപ്പുറത്ത് വന്നു, 5 ഇപ്പുറത്ത് വന്നു, 4 ഇപ്പുറത്ത് വന്നു. അപ്പോൾ 4 5 6 7 0 1 2 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത അറയാണ് നമുക്ക് ഇതിനുള്ളത്, നമുക്ക് ഇൻപുട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ അറയ്ക്കകത്തുള്ളൊരു വാല്യൂ ആണ്, അതിൻ്റെ ഇൻഡെക്സ് റിട്ടേൺ. അപ്പോൾ ഇത് ഓഫ് ലോഗ് ആൻഡ് കോംപ്ലക്സിറ്റിയിൽ എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ബൈനറി സെർച്ച് ഓഫ് ലോഗ് ആൻഡ് കോംപ്ലക്സിറ്റിയാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ വേറൊരു കണ്ടീഷൻ പറയുന്നത് ഇത് അഥവാ ഈ ടാർഗറ്റിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ -1 റിട്ടേൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക? നമുക്ക് ഒരു കാര്യം അറിയാം, ബൈനറി സെർച്ച് സോർട്ടഡ് അറേയിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് സോർട്ടഡ്. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറയ്ക്ക് അത് 2 സോർട്ടഡ് അറയാണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇത്രയും, വേറെന്ന് പറഞ്ഞാൽ ഇത്രയും. 2 സോർട്ടഡ് അറയുണ്ട് ഈ അറയ്ക്ക്. 4 5 6 7 സോർട്ടഡ് ആണ്, 0 1 2 സോർട്ടഡ് ആണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടാർഗറ്റ് വാല്യൂ ഈ ഒരു വാല്യൂക്കകത്ത് ഈ ഒരു അറയ്ക്കകത്താണോ ലൈ ചെയ്യുന്നത്, അതോ ഈ ഒരു അറയ്ക്കകത്താണോ ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറയെ പിടിച്ച് ബൈനറി സോർട്ടഡ് പോലെ. അപ്പം നമുക്ക് അതിൻ്റെ ടാർഗറ്റിൻ്റെ ഇൻഡെക്സ് കിട്ടും. ഈ ഒരു സോർട്ടഡ് അറയ്ക്കകത്താണോ ലൈ ചെയ്യുന്നത്, ഈ ഒരു സോർട്ടഡ് അറയ്ക്കാണോ ലൈ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ അറേനെ ആദ്യം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു പിവോട്ട് എലമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ പിവോട്ട് എലമെന്റ് നമുക്ക് ഏതർ 7 ചൂസ് ചെയ്യാം അല്ലെങ്കിൽ 0 ചൂസ് ചെയ്യാം. നമുക്ക് 0 ചൂസ് ചെയ്താണ്. 0 പിവോട്ടായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പിവോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ പിവോട്ടിന്റെ മുന്നിലുള്ള എല്ലാം ഒരു എലമെന്റ്, പുറകിലോട്ടുള്ള ഒരു അറേ, പുറകിലോട്ടുള്ള എല്ലാം വേറൊരു അറേ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിവോട്ടിന്റെ എടുത്തിട്ട് ഈ പിവോട്ട് 0 എടുക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞു? പിവോട്ട് നമ്മൾ അറയിലെ ഏറ്റവും ചെറിയ എലമെന്റ് ആണ് പിവോട്ട് എടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിവോട്ട് ഏറ്റവും ചെറിയ എലമെന്റ് തുടങ്ങുന്നിടത്താണ്, അറയിലെ ഏറ്റവും ചെറിയ എലമെന്റ് തുടങ്ങുന്നിടത്താണ് രണ്ടാമത്തെ അറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പിവോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് പിവോട്ട് ഏറ്റവും ചെറിയ എലമെന്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പിവോട്ടിന്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാം ഒരു അറ, പിവോട്ടിന്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം വേറെ അറ സെലക്ട് ചെയ്തിട്ട് ഈ ടാർഗറ്റ് പിവോട്ടിനകത്താണ് നടക്കുന്നത്. പിവോട്ടിന്റെ റൈറ്റ് സൈഡിലാണോ നടക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണോ കണ്ടുപിടിച്ചിട്ട് ആ ഒരു സൈഡിൽ മാത്രം ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ ഇൻഡ്യൂഷൻ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചാൽ മതി. 4 5 6 7 ഇവിടെ ഇങ്ങനെ നടക്കും, 0 1 2 ഇവിടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ 2 സോർട്ടഡ് അറേ, മോണോട്ടോണസ് സോർട്ടഡ് അറേയാണ് ഈ 2. മോണോട്ടോണസ് അറേ എന്ന് പറയുന്നത് മറന്നു. അപ്പം ഈ 2 സോർട്ടഡ് അറയ്ക്ക് അത് 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ, 7 ഇവിടെ, 0 ഇവിടെ, 1 ഇവിടെ, 2 ഇവിടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അറയിലാണോ ടാർഗറ്റ് കിടക്കുന്നത് അതോ ഈ അറയിലാണോ ടാർഗറ്റ് കിടക്കണമെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു അറയിൽ ബൈനറി സെർച്ച് അടിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ പിവോട്ട് കണ്ടുപിടിക്കും? പിവോട്ട് എന്ന് പറഞ്ഞാൽ 0 ഏറ്റവും ചെറിയ എലമെന്റ് മനസ്സിലായി. അറയിലുള്ള ഏറ്റവും ചെറിയ എലമെന്റ് 0. അതിനെ എങ്ങനെ എവിടെ എത്തും? അതെങ്ങനെ എത്തും? അതായത് പിവോട്ട് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ് എലമെന്റ് നമ്മുടെ നംസ് ഓഫ് 0 കാട്ടി ചെറുതാണെങ്കിൽ അത് ഈ ഒരു അറയ്ക്കകത്തായിരിക്കും കിടക്കുന്നത്. നംസ് ഓഫ് 0 കാട്ടി വലുതാണെങ്കിൽ അത് ഈ അറയ്ക്കകത്തായിരിക്കും മിഡ് കിടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അതായത് നമുക്ക് ഫസ്റ്റ് പിവോട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഒരു ബൈനറി സെർച്ച് ചെയ്യും. അപ്പോൾ പിവോട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് പിവോട്ടിന് മിഡ്, നമ്മൾ റാൻഡം ഒരു മിഡ് കിട്ടും. നമുക്ക് മിഡ് എലമെന്റ് കിട്ടും. ആ മിഡ് എലമെന്റ്
4നെ കാട്ടി, അതായത് നംസ് ഓഫ് സീറോ എപ്പോഴും ഇത് തന്നെയായിരിക്കും. ഈ ഒരു ഭാഗത്ത് കിടക്കുന്നതായിരിക്കും നംസ് ഓഫ് സീറോ. ആ നംസ് ഓഫ് സീറോ എപ്പോഴും ഇതാണ്ട് പിവോട്ട് എലമെന്റിനെക്കാട്ടി വലുതായിരിക്കും. പിവോട്ട് എലമെന്റിനെ കാട്ടി മാത്രമല്ല വലുത്, പിവോട്ടിന്റെ അപ്പുറത്ത് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ എലമെന്റിനെക്കാട്ടി വലുതായിരിക്കും ഈ നംസ് ഓഫ് സീറോ എന്ന് പറയുന്നത്. അപ്പൊ നംസ് ഓഫ് സീറോനെ കാട്ടി വലുതാണ് നമ്മുടെ നംസ് ഓഫ് മിഡ് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ആ മിഡ് കിടക്കുന്നത്. 5, 6, 7 അല്ല ഇവിടെയാണ്. അപ്പം നംസ് ഓഫ് സീറോ, നമ്മുടെ നംസ് ഓഫ് സീറോനെ കാട്ടി ചെറുതാണ് നംസ് ഓഫ് മിഡ് കിടക്കുന്നതെങ്കിൽ അർത്ഥം ഈ ഒരു ലൈനിലായിരിക്കും മിഡ് കിടക്കുന്നത്. അപ്പം ഈ ഒരു ലൈനിലാണ് മിഡ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എസ് ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകാം. ഈ ഒരു ലൈനിലാണ് മിഡ് കിടക്കുന്നതെങ്കിൽ ഈ ഈക്വൽ ടു നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. കാര്യം ഇവിടെ എം എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ M-1 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 0ന് മൈനസ് ആയിട്ടും 7 കയറി. അതുകൊണ്ടാണ് നമുക്ക് M. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പിവോട്ട് പിവോട്ട് P is equal to get pivot. അങ്ങനെ നമുക്ക് നംസ് പാസ് ചെയ്യാം. ഈ മെത്തേഡ് നമുക്ക് പിവോട്ട് കിട്ടുകയാണ്. പിവോട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമുക്കറിയാം എൻ്റെ ഈസ് ഈക്വൽ ടു നംസ് ഓഫ് സൈസ് ഓഫ് -1 എടുത്ത് വെച്ചാൽ ആവശ്യം വരും. എൻ്റെ എലമെന്റ് അതാണ്, മനസ്സിലായി. ഓക്കെ, ഇഫ് പിവോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടാർഗറ്റ് ആൻഡ് പിവോട്ട് അല്ല നംസ് ഓഫ് പിവോട്ട്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. Nums of pivot less than or equal to target and target less than or equal to nums of E. അങ്ങനെയാണ് എവിടെ നമുക്ക് മൈനസ് റിസൾട്ട് അടിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ എവിടെയാണ് മൈനസ് റിസൾട്ട് അടിക്കേണ്ടത്? ടാർഗറ്റ് പിവോട്ടിനെക്കാട്ടി വലുതാണ്, പക്ഷെ എൻ്റെ എലമെന്റിനെക്കാട്ടി ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റില്ല, ഈ ഒരു ഭാഗത്താണ് മൈനസ് റിസൾട്ട് അടിക്കേണ്ടത്. ടാർഗറ്റ് പിവോട്ടിനെ കാട്ടി വലുതാണ്, പക്ഷെ എൻ്റെ എലമെന്റിനെ കാട്ടി ചെറുതാണ്. ചെറുതാണെങ്കിൽ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് പിവോട്ടിനെ കാട്ടി പിവോട്ട് ടാർഗറ്റിനെ കാട്ടി ചെറുതാണ്. ആൻഡ് ടാർഗറ്റ് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. ടാർഗറ്റ് ഇതിനെക്കാട്ടി ടാർഗറ്റ് ചെറുതാണ്, ഇതിനെക്കാട്ടി ടാർഗറ്റ് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് ബൈനറി അടിക്കുക. ബൈനറി അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ബൈനറിന്റെ BS മെത്തേഡിനകത്ത് നമ്മൾ നംസ് പോട്ടെ, ടാർഗറ്റ് പോട്ടെ, സ്റ്റാർട്ടിങ് എവിടെ നമ്മൾ തുടങ്ങേണ്ടത്? എവിടെ മൈനസ് തുടങ്ങേണ്ടത്? പിവോട്ടിൽ തുടങ്ങണം. മൈനസ് എൻഡ് ചെയ്യേണ്ടത് ഈ എൻഡ് ചെയ്യണം. കൊടുത്തേ അഥവാ അതല്ല എന്നുണ്ടെങ്കിൽ, അല്ലാത്ത കണ്ടീഷനിലെല്ലാം നമുക്ക് അതിൻ്റെ അർത്ഥം ബൈനറി സെർച്ച് ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. അതായത് ടാർഗറ്റ് ഇവിടെയാണ് കിടക്കുന്നത്, ടാർഗറ്റ് ഇവിടെയല്ല കിടക്കുന്നത്, ടാർഗറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈനറി സെർച്ച് നംസ് കൊടുക്കാം, ടാർഗറ്റ് കൊടുക്കാം. തുടക്കം ഇവിടെ ആയിരിക്കും, തുടക്കം 0 തുടങ്ങണം. ഈ ഒരു ഇതാണെങ്കിൽ 0 തുടങ്ങണം, പറയുമ്പോൾ 0 തുടങ്ങണം. പിവോട്ട് -1 ഇതിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്. ഇനി ഇതിൻ്റെ ബൈനറി സെർച്ചസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഗെറ്റ് പിവോട്ട് ഫംഗ്ഷൻ ചെയ്യാം. Initialize ചെയ്യാം 0. ഈ initialize ചെയ്യാം nums of ഓക്കെ. മിഡ് ഇനിഷ്യലൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സേഫ്റ്റി എന്ന് പറയുന്നത് മിഡിൽ ഫോർമുല S+2. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈല് വിടാം. വൈല് വിടുമ്പോൾ നമ്മൾ പറഞ്ഞത് കീബോർഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ S=mid+1 E=mid1 കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക്
എസ് ലെസ് ദാൻ ഈക്വൽ ടു കൊടുക്കാൻ പറ്റില്ല, എസ് ലെസ് ദാൻ സെൻട്രൽ ഈക്വൽ ടു കൊടുക്കാൻ പറ്റില്ല, എസ് ലെസ് ദാൻ കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഇഫ് നംസ് ഓഫ് മിഡ് ഞാൻ പറയുന്നതാണ് നംസ് ഓഫ് മിഡ് നംസ് ഓഫ് സീറോനെക്കാട്ടി വലുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള അതിലായിരിക്കും കിടക്കുന്നത്, നംസ് ഓഫ് സീറോനെക്കാട്ടി ചെറുതാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് അതിലായിരിക്കും, റൈറ്റ് സൈഡിലെ ഫോട്ടോയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നംസ് ഓഫ് ലെസ് ദാൻ നംസ് ഓഫ് സീറോ ആണെങ്കിൽ സീറോ ആണെങ്കിൽ ലെസ് ആർ ഈക്വൽ ടു നംസ് ഓഫ് മിഡ് ലെസ് ആർ ഈക്വൽ ടു ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ 4 ആയി പോകും. ലെസ് ദാൻ നംസ് ഓഫ് സീറോ ആണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് പോകും, റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്ക് പോകും, ഈസി വരും. അഥവാ എസ് ഇസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. ഓക്കെ അല്ലേ? നംസ് ഓഫ് മിഡ് ഫസ്റ്റ് എലമെന്റിനെക്കാട്ടി ചെറുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം നംസ് ഓഫ് മിഡ് ഫസ്റ്റ് എലമെന്റിനെ ചെറുതാണെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് കിടക്കണം. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് വരണം, കാര്യം 0 ഇവിടെ അല്ലേ കിടക്കുന്നത്, ലെഫ്റ്റിലേക്ക് വരണം. അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്തത് മിഡ് അപ്ഡേറ്റ് ചെയ്യാം. സെയിം സാധനം ഇവിടെ എഴുതി മിഡ് അപ്ഡേറ്റ് ചെയ്ത് റിട്ടേൺ മിഡ്. ഇതൊരു കാര്യമല്ലായിരിക്കണം. നമ്മൾ സാധാരണ ബൈനറി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ മിഡ് ഇനിഷ്യലൈസ് ചെയ്ത് ഇവിടെ മിഡ് ഇനിഷ്യലൈസ് 2 തവണ ചെയ്യുന്നതിനെക്കാട്ടി ചെയ്താണ്ട് ഇവിടെ മിഡ് ഇനിഷ്യലൈസ് ചെയ്യും, ഇവിടെ മാത്രമേ മിഡ് ഇനിഷ്യലൈസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ബൈനറി സെർച്ച് എല്ലാം സാധാരണ ആൾക്കാർ എഴുതുന്നത്. പക്ഷേ ഇവിടെ മിഡ് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റിട്ടേൺ മിഡ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കറക്റ്റ് ആവില്ല. റിട്ടേൺ എസ് കൊടുക്കണം, എന്നാലേ ഇവിടെ മിഡ് അടിച്ച് ഇവിടെ മാത്രം മിഡ് എഴുതി ചെയ്യുന്ന ബൈനറി സെർച്ചുകളെല്ലാം ഇവിടെ മിഡ് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, എസ് റിട്ടേൺ ചെയ്താലേ ആൻസർ കറക്റ്റ് ആകുള്ളൂ. പക്ഷെ ഇത്തവണ നമ്മൾ അകത്തും പുറത്തുള്ള ഈ വയലിൻ്റെ ഈ അടിഭാഗത്താണ് മിഡ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മിഡ് റിട്ടേൺ ചെയ്താൽ ആൻസർ കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐറ്ററേറ്റ് ചെയ്തതിന് സമയത്ത് ചില കേസസ് എന്താ പറയുക, നമ്മൾ അകത്ത് ഫസ്റ്റ് തന്നെ മിഡ് മാറ്റുന്നുള്ളത് കൊണ്ട് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇത് വരാതിരിക്കും. അത് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. അപ്പം ആലോചിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ മിഡ് കൊടുക്കാതിരിക്കുക മാക്സിമം. നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല, പിവോട്ടിനോട് ഇയാൾ പോയി. നമുക്ക് മനസ്സിലായി പിവോട്ട് കിട്ടാനുള്ള ഒരു ഇൻട്യൂഷൻ നമുക്ക് മനസ്സിലായി. ഈ പിവോട്ട് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്ത ബൈനറി സെർച്ചിന്റെ ആ ഒരു മെത്തേഡ് എഴുതാം. ബൈനറി സെർച്ച് നമുക്ക് എല്ലാം വേണം. ടാർഗറ്റ് സ്റ്റാർട്ടിംഗ് അതെ ബൈനറി സെർച്ച് നമ്മൾ സാധാരണ എഴുതുന്നത് എല്ലാവർക്കും അറിയാം. നോർമൽ ബൈനറി സെർച്ച് ഇൻഡ് എസ് നീ മിഡ് ഇൻഡ് മിഡ് സെയിം സാധനം if nums of equal to t again else if nums of mid less than t ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ടീൻ്റെ പുറകിലാണ് കൊണ്ടുവിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് പുറകിൽ റൈസിലുണ്ടോ എസ് ഇസിക്കലും എക്സ്പ്രഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇസിക്കലും വലിയ. എന്നിട്ട് റിട്ടേൺ കൊണ്ടുവിടുന്നത് കൂടെ റിട്ടേൺ -1 കൊടുക്കണം. അതായത് ഈ വൈൽ ലൂപ്പിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ
നമ്മൾക്ക് മിഡ് കിട്ടില്ല എന്നുള്ളതാണ് അത്. അപ്പോൾ നമുക്ക് -1 ഇവിടെ കൊടുക്കേണ്ടത്. അവിടെ -1 ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇൻ നംസ്, അതായത് ടാർഗറ്റ് -1, ടാർഗറ്റ് ഇല്ല നമുക്ക് അറിയാതെ ഇല്ലാന്നുണ്ടെങ്കിൽ -1 റിട്ടേൺ, അതാണ് നമ്മൾ -1 റിട്ടേൺ ചെയ്യുന്നത്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അവിടെ സെമിക്കോളം മറന്നുപോയി. 28. സംഭവം ഇവിടെ ഓക്കെ. ഇവിടെ ഞാൻ ഇവിടെ റിട്ടേണിങ് പോകാം. സോ ഈ ബൈൻഡ് സെർച്ചിൽ വരുന്ന സാധനം നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് വിട്ടുപോയി. ബൈൻഡ് സെർച്ചിന് വരുന്ന നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്ത് നമുക്ക് ഈ ഇവിടെ കൊടുക്കണം. ഈ റിട്ടേൺ വരും. അപ്പോൾ അതാണ് ആവശ്യം. എന്ത് സംഭവം? ഇതെന്താ സംഭവം? സോറി, നമുക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയില്ല. ഇവിടെ മറന്നുപോയി. ഇവിടെ നമ്മൾ മിഡ് അപ്ഡേറ്റ് ചെയ്തില്ല, അതാണ് പറ്റിയത്. മിഡ് അപ്ഡേറ്റ് എപ്പോഴും മറന്നു. അതാണ് നമ്മൾ പാടുവേഷൻ ട്രീയിൽ പറ്റും. നമ്മൾ ആലോചിക്കാൻ നമ്മൾ വൈലൂപ്പിനകത്ത് മിഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ചാമ്പ്യൻ പറ്റുള്ളൂ.